അപ്പാ ഞാൻ നിന്നെ കാണേണം, അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം, അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം, അപ്പാ നിന്നൊപ്പം നടക്കേണം, അപ്പാ ഞാൻ നിന്നെ കാണേണം, അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം, അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം, അപ്പാ നിന്നൊപ്പം നടക്കേണം, അപ്പാ 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 ഞാൻ നിന്നെ കാണണം, അപ്പാ ഞാൻ നിന്നെ കേൾക്കേണം, അപ്പാ നിൻ വീട്ടിൽ പാർക്കേണം, അപ്പാ നിന്നൊപ്പം നടക്കേണം, അപ്പാ 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 അപ്പാ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 3-ാം അധ്യായം 19 വചനം ഇങ്ങനെ പറയുന്നു: ഞാനോ നിന്നെ ദത്തെടുത്തു, നിനക്ക് ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം നൽകേണ്ടത് എങ്ങനെയെന്ന് വിചാരിച്ചു. നീ എന്നെ എൻ്റെ പിതാവേ എന്ന് വിളിക്കും, എന്നെ വിട്ടുമാറുക ഇല്ല എന്നും ഞാൻ വിചാരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിചാരം എന്താണ്? നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ എന്താണ്? ദൈവത്തിന് എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള പദ്ധതി നമ്മളെ എങ്ങനെയെങ്കിലും അനുഗ്രഹിക്കണം എന്നുള്ളതാണ്. നാം അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരം നാം പിതാവിൻ്റെ അരികിൽ ചെന്ന് ദൈവത്തെ പിതാവേ, അബ്ബ, പിതാവേ എന്ന് വിളിക്കുമ്പോൾ ആ പിതാവിൽ നിന്നുള്ള നന്മകളും അനുഗ്രഹങ്ങളും വെളിപ്പെടാൻ തുടങ്ങും. നാം ഭൂമിയിൽ പാർക്കുമ്പോൾ ചിലപ്പം ചിലരെയൊക്കെ നമ്മൾ നാട്ടുകാരെല്ലാം അപ്പ എന്നൊക്കെ വിളിക്കും. പക്ഷേ സ്വത്ത് വീതം വെക്കുമ്പോൾ മക്കൾക്ക് മാത്രമേ കൊടുക്കൂ എന്ന് പറയുന്നവർ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾ യേശു ക്രിസ്തു മുഖാന്തരം യേശുവിനെ സ്വീകരിച്ച് ദൈവത്തിൻ്റെ മക്കളായി മാറുക. ഇവിടെ പറയണ അവനെ കൈക്കൊണ്ട് എന്ന് പറഞ്ഞാൽ യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 1-ാം അധ്യായത്തിൽ പറയുകയാണ്: നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത് ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം ദത്തെടുക്കേണ്ടത്. ആര് മുഖാന്തരം? യേശു ക്രിസ്തു. ദത്തെടുക്കുക എന്ന് പറയുമ്പോൾ ദൈവം നമ്മളെ വാസ്തവം ദത്തെടുത്തതാണ്. നമ്മൾ ദത്തെടുക്കുമ്പം നമ്മളിപ്പോൾ ഒരു ഓർഫനേജിൽ പോയി ദത്തെടുക്കുമ്പം അവിടെ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ, ഒരു കുഞ്ഞിന് ചുമ്മാ ആരും വിട്ടു തരത്തില്ല. ആ കുഞ്ഞിന് വേണ്ടി ഈ ദത്തെടുക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ ഒരു ഭാഗം എഴുതി വെക്കണം. ആ കുഞ്ഞിനെ സുരക്ഷിതമായി വളർത്താമെന്നുള്ള എല്ലാ എഗ്രിമെൻ്റ് സൈൻ ചെയ്യണം. ഇന്ന് ഞാനും നിങ്ങളും യേശുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിച്ച് ദത്തെടുക്കപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ പദ്ധതിയല്ലായിരുന്നു, ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ആ പദ്ധതി മുഖാന്തരം നമ്മളെ മക്കളും അവകാശികളും ആക്കിയാൽ മാറ്റിയിരിക്കുന്നു. നമ്മുടെ മക്കളാ മറന്നു പോകരുത്. അപ്പം തന്നെ
ദൈവത്തിൻ്റെ ആഗ്രഹം, ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹര ദേശം എങ്ങനെ തരണമെന്ന് ദൈവം വിചാരിച്ചു. ചുരുക്കം പറഞ്ഞാൽ ദൈവത്തിന് നമ്മളെ എങ്ങനെ അനുഗ്രഹിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതി. യേശുക്രിസ്തുവിനെ അയച്ചതിനെക്കുറിച്ച് തന്നെ ബൈബിളിൽ പറയുന്നത്, യേശുവിനെ അയച്ചത് നമ്മെ അനുഗ്രഹിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയെന്ന് കർത്താവിൻ്റെ വിചാരാത. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് പറയണം? നീ എന്നെ എൻ്റെ പിതാവേ എന്ന് വിളിക്കും, എന്നെ വിട്ടുമാറുകയില്ല എന്നും ഞാൻ വിചാരിച്ചു. നമുക്ക് യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിക്കാം. ധൈര്യത്തോടെ വിളിക്കാം. ദൈവത്തെ വിട്ടുമാറാതെ ദൈവത്തോട് ചേർന്നിരിക്കാം. അങ്ങനെയാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഒരിടത്തും ലജ്ജിച്ചു പോകാൻ ഇടയാവത്തില്ല. പ്രാർത്ഥിക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരെ ദത്തെടുത്ത്, ഇവരുടെ ഇഷ്ടപ്രകാരമല്ലല്ലോ, കർത്താവിന് അവൻ്റെ ഇഷ്ടം തോന്നിയിട്ട് ദത്തെടുത്ത് മക്കളാക്കിയല്ലോ. കർത്താവിന് ഇവർക്ക് നന്മകളും അനുഗ്രഹങ്ങളും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിക്കാൻ കർത്താവ് കേൾക്കാൻ കാതോർത്തിരിക്കുന്നല്ലോ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് ദൈവത്തെ എൻ്റെ പിതാവേ എന്ന് വിളിക്കാൻ കേൾക്കുന്ന എല്ലാവർക്കും ഇടയാവട്ടെ. അവർ ഹൃദയദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമേ. കർത്താവിനെ വിട്ടുമാറാതിരിക്കാൻ സഹായിക്കണം. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിന് അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ, ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവർഗപ്പെട്ട കുഞ്ഞാട് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. അപ്പാ ഞാൻ നിന്നെ കാണണം, അപ്പാ ഞാൻ നിന്നെ കേൾക്കണം, അപ്പാ നിൻ വീട്ടിൽ പാർക്കണം, അപ്പാ നിന്നൊപ്പം നടക്കണം, അപ്പാ 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 അപ്പാ